നമസ്കാരം, എല്ലാവർക്കും വേ2 PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് LDC സ്പെഷ്യൽ ക്ലാസ്സസിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സയൻസ് ഭാഗത്തിലെ ജീവകങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ജീവകങ്ങളെക്കുറിച്ച് PSC ചോദിക്കുന്ന ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്കിന്ന് ക്ലാസ്സിലേക്ക് കടക്കാം. ജീവകങ്ങളെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്. കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങളെന്നും. ഇതിൽ കൊഴുപ്പിൽ ലയിക്കുന്ന ജീവകങ്ങളാണ് A, D, E, K. ജലത്തിൽ ലയിക്കുന്ന ജീവകങ്ങൾ B, C. ഇത് പഠിക്കാൻ എളുപ്പമാണ്. ജലത്തിൽ ലയിക്കുന്നത് B, C, BC എന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ബാക്കി മറ്റത് എല്ലാവർക്കും ഓർമ്മ വരും. നമുക്ക് ആദ്യത്തെ വിറ്റാമിനായ വിറ്റാമിൻ എയെ കുറിച്ച് നോക്കാം. വിറ്റാമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ. കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായി വേണ്ട വിറ്റാമിനാണ് ഈ വിറ്റാമിൻ എ. ഇലക്കറികളിൽ ധാരാളമായി അടങ്ങിയിട്ടുള്ള വിറ്റാമിനും ഈ വിറ്റാമിൻ എ ആണ്. വിറ്റാമിൻ എ പാലിലും ധാരാളമായി അടങ്ങിയിട്ടുണ്ട്. ഈ വിറ്റാമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രണ്ട് രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. ഇതെന്തായാലും പഠിക്കണം. ഇത്രയും കാര്യങ്ങളെ നമ്മൾ വിറ്റാമിൻ എയെക്കുറിച്ച് പറയുന്നുള്ളൂ. രാസനാമ റെറ്റിനോള്, കണ്ണിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും ആവശ്യമായത്, ഇലക്കറികളിൽ നിന്നും പാലിൽ നിന്നും ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്, ഇതിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തതയും സിറോഫ്താൽമിയയും. വിറ്റാമിൻ B1, ഇതിൻ്റെ രാസനാമം തയാമിൻ എന്നാണ്. അരിയുടെ തവിടിൽ കൂടുതലായി കാണപ്പെടുന്ന വിറ്റാമിനാണ് ഈ വിറ്റാമിൻ B1. ഈ വിറ്റാമിൻ B1ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അടുത്തത് വിറ്റാമിൻ B2. ഇതിൻ്റെ രാസനാമം റൈബോഫ്ലോവിൻ എന്നാണ്. ഈ വിറ്റാമിൻ B2വിനെ വിറ്റാമിൻ G എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ വിറ്റാമിൻ B2വിൻ്റെ രാസനാമം റൈബോഫ്ലോവിൻ, അതിനെ വിറ്റാമിൻ G എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്ത വിറ്റാമിൻ B3, ഇതിൻ്റെ രാസനാമം നിയാസിൻ. ഈ വിറ്റാമിൻ B3യുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് പെല്ലഗ്ര എന്നത്. അടുത്തത് വിറ്റാമിൻ B5. വിറ്റാമിൻ B5ൻ്റെ രാസനാമമാണ് പാൻറ്റോതെനിക് ആസിഡ്. ഇത് ആൻറ്റി സ്ട്രെസ് വിറ്റാമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്തത് വിറ്റാമിൻ B6, ഇതിൻ്റെ രാസനാമം പെരിഡോക്സിൻ. അടുത്ത വിറ്റാമിൻ B7, ഇതിൻ്റെ രാസനാമം ബയോട്ടിൻ എന്നാണ്. ഇതിനെ വിറ്റാമിൻ H എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. വിറ്റാമിൻ B7നെ വിറ്റാമിൻ H എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. അടുത്ത വിറ്റാമിൻ B9, ഇതിൻ്റെ രാസനാമം ഫോളിക് ആസിഡ് എന്നാണ്. ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിന് ഏറ്റവും സഹായകമാകുന്ന വിറ്റാമിനാണ് ഈ വിറ്റാമിൻ B9 എന്നത്. വിറ്റാമിൻ B9ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വിളർച്ച. അടുത്തത് വിറ്റാമിൻ B12, ഇതിൻ്റെ രാസനാമം സൈനോകൊബാലമിൻ. ഈ വിറ്റാമിൻ B12ൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് അനീമിയ എന്നത്. അടുത്ത വിറ്റാമിൻ സി. വിറ്റാമിൻ സിയുടെ രാസനാമം അസ്കോർബിക് ആസിഡ് എന്നതാണ്. ഓറഞ്ച്, നാരങ്ങ, നെല്ലിക്ക എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനാണ് ഈ വിറ്റാമിൻ സി. രോഗപ്രതിരോധത്തിന് ഏറ്റവും ആവശ്യമായ വിറ്റാമിനാണ് ഈ വിറ്റാമിൻ സി. മൂത്രത്തിലൂടെ വിസർജിക്കുന്ന ജീവകം കൂടിയാണ് ഈ വിറ്റാമിൻ സി. ആഹാരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ നഷ്ടമാകുന്നതും ഇത് തന്നെയാണ്. മോണയിലെ രക്തസ്രാവം ഉണ്ടാകുന്നതിനും കാരണം വിറ്റാമിൻ സി ആണ്. മുറിവുണങ്ങാൻ കാലതാമസം എടുക്കുന്നതും ഇതുകൊണ്ട് തന്നെയാണ്. ഇനി ശരീരത്തിൽ ഇരുമ്പിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിനും ഇതാണ്. ഈ വിറ്റാമിൻ സിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് സ്കർവി എന്നത്. അടുത്തത് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൺ. ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്ന ഒരു വിറ്റാമിനാണ് വിറ്റാമിൻ ഡി എന്നത്. അതായത് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് ലഭിക്കാത്ത വിറ്റാമിനാണ്. കാൽസ്യത്തിൻ്റെ ആഗിരണത്തെ ഉത്തേജിപ്പിക്കുന്ന വിറ്റാമിൻ കൂടിയാണ് വിറ്റാമിൻ ഡി. വിറ്റാമിൻ ഡിയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് കണ. അടുത്ത വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫെറോൺ. ഇത് ഹോർമോണായി കണക്കാക്കപ്പെടുന്ന ഒരു വിറ്റാമിനാണ്. മുട്ടയുടെ മഞ്ഞയിൽ അടങ്ങിയിരിക്കുന്ന ഒരു വിറ്റാമിൻ കൂടിയാണിത്. ഹൃദയത്തെ സംരക്ഷിക്കുന്നതും നിരോക്സീകാരി കൂടിയാണ് വിറ്റാമിൻ ഇ. വിറ്റാമിൻ ഇയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് വന്ധ്യത എന്നത്. അടുത്ത വിറ്റാമിൻ കെ. വിറ്റാമിൻ കെയുടെ രാസനാമം ഫെല്ലിക്യൂനോൺ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഒരു വിറ്റാമിനാണ് ഈ വിറ്റാമിൻ കെ എന്നത്. ഇത്രയാണ് നമുക്ക് വിറ്റാമിൻസിനെയും അതുമൂലമുണ്ടാകുന്ന രോഗങ്ങളെക്കുറിച്ചെല്ലാം പഠിക്കാനുള്ളത്.